ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ 63 റൺസിനായിരുന്നു ചെന്നൈയുടെ മിന്നും ജയം. എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ചെന്നൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസാണ് നേടിയത്. ശിവം ദുബെ, ഋതുരാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര എന്നിവരുടെ ഇന്നിംഗ്സാണ് ചെന്നൈയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. റാഷിദ് ഖാൻ 2 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുക്കാനാണ് ആകെ സാധിച്ചത്. ദീപക് ചാഹർ, തുഷാർ ദേശ്പാണ്ഡെ, മുസ്തഫിസുർ റഹ്മാൻ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. അഹമ്മദാബാദിന് വേണ്ടി സായ് സുദർശൻ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. 3-ാം ഓവറിൽ ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായി. വൈകാതെ വൃദ്ധിമാൻ സാഹയും തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറാൻ ഗുജറാത്തിന് ആയതുമില്ല. സായിക്ക് പിന്നാലെ വിജയ് ശങ്കർ, ഡേവിഡ് മില്ലർ, അസ്മത്തുള്ള ഒമർസായ്, രാഹുൽ തവാട്ടിയ, റാഷിദ് ഖാൻ എന്നിവർക്കും കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചുമില്ല. ഉമേഷ് യാദവ്, സ്പെൻസർ ജോൺസൺ എന്നിവർ പുറത്താവാതെ നിന്നു. ചെന്നൈയിൽ ഗെയ്ക്വാദ് 0-ൽ നൽകിയ സ്ലിപ്പിൽ നൽകിയ അവസരം സ്ലിപ്പിൽ സായ് കിഷോർ വിട്ടുകളയുന്നത് കണ്ടാണ് മത്സരം തുടങ്ങിയത്. പിന്നീട് 1-ാം വിക്കറ്റിൽ രജിൻ ഗെയ്ക്വാദ് സഖ്യം 62 റൺസ് ചേർത്തു. രജിൻ പവർ പ്ലേ നന്നായി മുതലാക്കി. 6-ാം ഓവറിൽ രജിൻ മടങ്ങി. റാഷിദിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ സ്റ്റംപ് ചെയ്താണ് രജിനെ പുറത്താക്കിയത്. 20 പന്തിൽ 3 സിക്സും 6 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു രജിന്റെ ഇന്നിംഗ്സ്. 3-ാമതായി കളിച്ച അജിൻക്യ രഹാനെയ്ക്ക് തിളങ്ങാനുമായില്ല. 13-ാം ഓവറിൽ ഗെയ്ക്വാദിനെ സ്പെൻസർ ജോൺസൺ പുറത്താക്കി. 36 പന്തുകൾ നേരിട്ട് ഗെയ്ക്വാദ് 1 സിക്സും 5 ഫോറും നേടി. ഇതോടെ 3-ന് 127 എന്ന നിലയിലായി ചെന്നൈ. പിന്നീടായിരുന്നു ഡൂബെയുടെ വെടിക്കെട്ട്. നേരിട്ട് ആദ്യ 2 പന്തും സിക്സിലടിച്ചാണ് ഡൂബെ തുടങ്ങിയത്. ഡാരിൽ മിച്ചലിനൊപ്പം 57 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കാനും ഡൂബെയ്ക്കായി. 23 പന്തിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെടെയാണ് താരം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. പിന്നീടെത്തിയ സെമീർ റിസ്വി റാഷിദ് ഖാനെതിരെ 2 സിക്സ് ഉൾപ്പെടെ 14 റൺസ് നേടി. 6 പന്തിൽ 14 റൺസ് എടുത്ത താരം സ്കോർ 200 കടത്താൻ സഹായിച്ചു. മിച്ചൽ അവസാന പന്തിൽ റണ്ണൌട്ടായി. രവീന്ദ്ര ജഡേജ പുറത്താവാതെ നിന്നു. മുംബൈ ഇന്നിംഗ്സിനെതിരെ കളിച്ച ടീമിൽ നിന്ന് മാറ്റമൊന്നുമില്ലാതെയാണ് ഗുജറാത്ത് ഇറങ്ങിയത്. ചെന്നൈ ഒരു മാറ്റം വരുത്തി. മഹേഷ് തീക്ഷ്ണയ്ക്ക് പകരം മദീഷ പതിരാന ടീമിൽ തിരിച്ചെത്തി.